എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്രോഗ്രസ് പി എസ് സിയുടെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കുറച്ച് പ്രധാനപ്പെട്ട ഡാമുകളെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഡാമുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഡാം എന്ന് പറയുന്നത് ഏതാണ്? തെഹിരി ഡാം. അപ്പോൾ തെഹിരി ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ഏതെന്ന് പറയുന്നത് തെഹിരി ഡാം. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും പൊക്കം കൂടിയ ഡാമാണ് ഏതെന്ന് പറയുന്നത് തെഹിരി ഡാം. തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗീരഥി നദിയിലാണ്. ഓക്കെ, ഏത് നദിയിലാണ് തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത്? ഭഗീരഥി നദിയിലാണ്. ഓക്കെ, അപ്പോൾ തെഹിരി ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗീരഥി നദി. ഓക്കെ, ഭഗീരഥി നദിയിലാണ് തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെഹിരി ഡാം പണി തുടങ്ങിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978 അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. തെഹിരി ഡാമിൻ്റെ പണി തുടങ്ങിയത് 1978 പക്ഷേ അത് പൂർത്തിയായത് ഏകദേശം 2006 അത് പൂർത്തിയായത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ എന്ത് ചെയ്തു? അത് നിർമ്മിക്കാൻ വേണ്ടി ചിലവായി. അതായത് 1978 പണി തുടങ്ങിയത് 2006 പണി പൂർത്തിയായത്. ഓക്കെ, ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? അത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പോൾ തെഹിരി ഡാം ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. എന്താണ് തെഹിരി ഡാമിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? അതാണ് തെഹിരി ഡാം. തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗീരഥി നദിയിലാണെന്ന് പറയണം. തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിലാണെന്ന് പറയണം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ രണ്ടാമത്തെ ഡാമാണ് ഫക്രാനങ്കൽ ഡാം. ഓക്കെ, ഫക്രാനങ്കൽ ഡാം. ഈ ഫക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? അത് സത്ലജ് നദിയിലാണ്. ഓക്കെ, ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഡാം ഫക്രാനങ്കൽ ഡാമാണ്. ഫക്രാനങ്കൽ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് സത്ലജ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1963 തന്നെ പണി പൂർത്തിയാക്കിയ ഡാമാണ് എന്ന് പറയുന്നത് ഫക്രാനങ്കൽ ഡാം. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏകദേശമൊക്കെ പഴക്കം ചെന്ന ഒരു ഡാമാണ്, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ കൺസ്ട്രക്ഷൻ പൂർത്തിയായ ഒരു ഡാമാണ് എന്ന് പറയുന്നത് ഫക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത്. അത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്ലജ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഫക്രാനങ്കൽ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. ഏത് നദിയിലാണ് ഫക്രാനങ്കൽ ഡാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് നദിയിലാണ്? അത് സത്ലജ് നദിയിലാണ്. ഓക്കെ, അതായത് ആദ്യ കാലഘട്ടത്തിൽ ഏകദേശം 1963 തന്നെ പണി പൂർത്തിയായ ഡാമാണ് ഏതെന്ന് പറയുന്നത് ഫക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോണ മൂന്നാമത്തെ ഡാമാണ് ഹിരാക്കുഡ് ഡാം. എന്തിനാണ്? ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയിലാണ്. ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷയിലാണ്. ഓക്കെ, അപ്പോൾ ഹിരാക്കുഡ് 1957 നമ്മൾ പറഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ആയ ഒരു ഡാമാണ് ഫക്രാനങ്കൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ പണി കംപ്ലീറ്റ് ആയ ഒരു ഡാമാണ് ഏതെന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ദ ഫ്ലഡ്സ് ഇൻ മഹാനദി. അപ്പോൾ മഹാനദി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറീസയുടെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത് മഹാനദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഹാനദി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു നദിയാണ് ഏതെന്ന് പറയുന്നത് മഹാനദി. അതുകൊണ്ടാണ് അതിനെ ഒഡീഷയുടെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഹാനദിയിൽ വെള്ളപ്പൊക്കം കാരണം നമുക്ക് പ്രധാനമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ആ വെള്ളപ്പൊക്കം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? ഈ മഹാനദിയിലൊരു ഡാം കെട്ടുന്നത്. ആ ഡാമിൻ്റെ പേരാണ് ഹിരാക്കുഡ് ഡാം. ഈ ഹിരാക്കുഡ് ഡാമിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എ ലോങ്ങസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ എന്താണ്? തെഹിരി ഡാം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ്. പക്ഷേ നമ്മുടെ ഹിരാക്കുഡ് ഡാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നീളം കൂടിയ ഡാമാണ്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ. നമ്മൾ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെയല്ലേ? എന്ന് പറയുന്ന അക്ഷരം എഴുതാൻ നേരത്തോണ്ട് ഇടയിൽ നല്ല നീളമുണ്ട് ഇല്ലേ? അപ്പോൾ അതുപോലെ ഹിരാക്കുഡിനും നല്ല നീളമുണ്ട്. ഓക്കെ, ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. അതിലും എന്തുണ്ട്? ഉണ്ട്. ഓർത്ത് വെച്ചേക്കണം. ഹിരാക്കുഡ് മഹാനദി, ഒഡീഷ, ഏറ്റവും നീളം കൂടിയ ഡാം. ഓക്കെ, അപ്പോൾ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിരാക്കുഡാണ്. ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തെഹിരി ഡാമാണ്. ഓക്കെ, അപ്പോൾ 1957 പണി പൂർത്തിയായ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഏതെന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാം. ഓക്കെ, ഹിരാക്കുഡ് ഡാം എന്തിനാണ് ആദ്യമായിട്ട് പണി കഴിപ്പിച്ചതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹാനദിയിലെ വെള്ളപ്പൊക്കത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പ്രൊവൈഡ് ഇറിഗേഷൻ ആൻഡ് പവർ. അത് എല്ലാ ഡാമുകളുടെയും ഒരു പോയിൻ്റായിട്ട് വരുന്നതാണ് അത് ഇറിഗേഷൻ അല്ലേ?
അതായത് ജലം എല്ലാ കൃഷിക്ക് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തേക്കൊക്കെ എത്തിക്കുക, ജലസേചന പദ്ധതി അല്ലെങ്കിൽ ജലസേചനം നടപ്പിലാക്കുക. പിന്നെ പവർ. ഓക്കെ, അടുത്ത 4ാമത്തെ ഡാമാണ് സർദാർ സരോവർ ഡാം. ഓക്കെ, സർദാർ സരോവർ ഡാം ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. കാര്യം ഇത് ഒരുപാട് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ളൊരു ഡാമാണ് ഏതെന്ന് പറയുന്നത് സർദാർ സരോവർ ഡാം. അതായത് നർമ്മദാ നദിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇത് നർമ്മദ എന്ന് കേട്ടാലേ നമുക്കറിയാം ഏത് സ്ഥലത്താണ്, അത് ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിലെ നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഏതെന്ന് പറയുന്നത് സർദാർ സരോവർ ഡാം. അതായത് 1987 അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. 2017 എന്ത് ചെയ്തത്, ഇത് പൂർത്തിയായത്. അതായത് നർമ്മദ വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പണികഴിപ്പിച്ച ഡാമാണ് ഏതെന്ന് പറയുന്നത് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. ഈ നർമ്മദ വാലി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ്, വാട്ടർ ടു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ്, അതായത് വിവിധ സംസ്ഥാനങ്ങൾക്ക് ജലം എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് നർമ്മദ വാലി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിന്, അതായത് ഈ ഗുജറാത്തിൻ്റെ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആയിട്ടുള്ള രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാൻ്റെ പ്രത്യേകത നമുക്കറിയാം. രാജസ്ഥാനിൽ പൊതുവെ വെള്ളം കുറവാണ്, വരൾച്ചയാണ് അല്ലേ, അവിടെ മഴയും കാര്യങ്ങളൊക്കെ കുറവാണ്. ഓക്കെ, ആരവല്ലി പർവ്വതനിര ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈഡിൽ എന്താണ്, മഴ ഒട്ടും ലഭിക്കത്തില്ല. അപ്പോൾ അവിടെ എന്തുണ്ട്, താറ് മരുഭൂമിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ പൊതുവേ മഴ കുറവാണ്, ജലലഭ്യത കുറവാണ്. അപ്പോൾ അവിടുത്തെ ദൗർലഭ്യം കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് കെട്ടിയിരിക്കുന്നത്, ഈ സർദാർ സരോവർ ഡാം കെട്ടിയിരിക്കുന്നത്. അതായത് നർമ്മദാ നദിയിൽ ആണ് സർദാർ സരോവർ ഡാം നർമ്മദാ നദിയിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1987 പണി ആരംഭിക്കുന്നത്, പൂർത്തിയാവുന്നത് 2017. നർമ്മദാ വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്, അതായത് ഈ സർദാർ സരോവർ ഡാം നർമ്മദയിൽ പണികഴിപ്പിക്കുന്നതിനെതിരെ നടന്ന സമരവും കാര്യങ്ങളും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ഡാം എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാമാണ്. അടുത്ത 5ാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡാമാണ് നാഗാർജുന സാഗർ ഡാം. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണ നദിയിലാണ്. ഓക്കെ, ഇപ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റുകളിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്, ഈ നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നാഗാർജുന സാഗർ ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണ നദിയിലാണ്. തെലങ്കാന, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റുകളിലായിട്ടാണ് ഈ നാഗാർജുന സാഗർ ഡാമും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. 1967 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഓക്കെ, അപ്പോൾ 1967 എന്തിൻ്റെ പണി പൂർത്തിയാവുന്നത്, ഈ നാഗാർജുന സാഗർ ഡാമിൻ്റെ പണി പൂർത്തിയാവുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡാമാണ്. അടുത്ത ഡാം എന്ന് പറയുന്നത് ശ്രീശൈലം ഡാമാണ്. എന്തിനാണ്, ശ്രീശൈലം ഡാം. ഓക്കെ, ഈ ശ്രീശൈലം ഡാം എവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഈ ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്, അത് കൃഷ്ണ നദിയിലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു, അത് കൃഷ്ണ നദിയിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീശൈലം ഡാമും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, അതും കൃഷ്ണ നദിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശ്രീശൈലം ഡാമും കൃഷ്ണ നദിയിലാണ്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ടാണ് അതും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാഗാർജുന സാഗർ ഡാം അതുപോലെ തന്നെ ശ്രീശൈലം ഡാം രണ്ടിനും ഒരു പ്രത്യേകത ഉണ്ട്. രണ്ട് ഒരേ നദിയിലാണ്, ഒരേ സ്റ്റേറ്റുകളിലുമാണ്. അതായത് തെലങ്കാന, ആന്ധ്രയിലുമായിട്ടാണ് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതാണെന്ന് പറയുന്നത് ഇടുക്കി ഡാം. ഇടുക്കി ഡാമിനെ കുറിച്ച് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എവിടെയാണ്, പെരിയാർ നദിയിലാണ്, അതുപോലെ തന്നെ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് ഏതെന്ന് പറയുന്നത് ഇടുക്കി ഡാം. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്, പെരിയാർ നദിയിലാണ്. ഏത് സ്റ്റേറ്റാണ്, കേരളമാണ്. പിന്നെ അടുത്ത ഡെയിലി വാർത്തയിൽ വരുന്ന ഡാമാണ് ഏതെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതും പെരിയാർ നദിയിലാണ്. ഏത് സ്റ്റേറ്റാണ്, കേരളയാണ്. അതായത് 1895 എന്ത് പണി പൂർത്തിയാക്കിയത്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി പൂർത്തിയാക്കിയത്. ആലോചിച്ച് നോക്കണം, 1895. ഓക്കെ, അപ്പോൾ 1895 പണി പൂർത്തിയാക്കിയ ഡാമാണ് ഏതെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം. ഈ ഇടുക്കി ഡാമാണെങ്കിൽ 1975. 1975 എന്ത് പണി പൂർത്തിയാക്കിയത്, ആ ഇടുക്കി ഡാമിൻ്റെ പണി പൂർത്തിയായത്. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം പണി കഴിപ്പിച്ചതെന്നാണ് 1895. 1895 ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളിലൊന്നാണ് ഏതെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം. എവിടെയാണ്, കേരളത്തിലാണ്, പെരിയാർ നദിയിലാണ്. അടുത്ത
കൊയ്ന ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊയ്ന ഡാം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ കൊയ്ന എന്ന് പറയുന്ന നദിയിലാണ് കൊയ്ന ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഡാമാണ് ഇന്ദിരാസാഗർ ഡാം. ഓക്കെ, ഇന്ദിരാസാഗർ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ്, മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ദിരാസാഗർ ഡാം 2005 പണി കഴിപ്പിച്ചത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ നർമ്മദ വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാമാണ്. അതായത് നമ്മൾ സർദാർ സരോവർ പറഞ്ഞു. സർദാർ സരോവർ എന്തെന്ന് പറഞ്ഞു? നർമ്മദയുടെ ഭാഗമായിട്ടുള്ള നർമ്മദ വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് സർദാർ സരോവർ എന്ന് പറഞ്ഞു. അതേ നർമ്മദ വാലി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഡാമാണ് ഇന്ദിരാസാഗർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ദിരാസാഗർ ഡാം. ഓക്കെ, അടുത്തത് റിഹാൻഡ് ഡാം എവിടെയാണ്? റിഹാൻഡ് നദിയിലാണ്, ഉത്തർപ്രദേശിലാണ്. 1962 പണി കഴിപ്പിച്ചു. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റിസർവോയർ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർവോയറും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിഹാൻഡ് ഡാമിലാണ്. ഓക്കെ, അപ്പോൾ റിഹാൻഡ് ഡാമിൻ്റെ റിസർവോയറാണ് ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഈ വെള്ളം സംഭരിച്ച് നിൽക്കുന്ന സ്ഥലത്തിനാണ് എന്തിനെന്ന് പറയുന്നത്? റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഡാം നമ്മൾ പണി കഴിപ്പിച്ചാൽ എല്ലാം ആ ഡാം പണി കഴിപ്പിച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ നദിയിലെ വെള്ളം നമ്മൾ എവിടെയാണോ ശേഖരിച്ച് വയ്ക്കുന്നത്, ആ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്ന അതിനെയാണ് നമ്മളതെന്ന് പറയുന്നത് റിസർവോയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർവോയറാണ് ഏത് ഡാമിലുള്ളത്? ഈ റിഹാൻഡ് ഡാമിലുള്ള റിസർവോയർ. ഓക്കെ, അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർവോയർ എന്ന് പറയുന്നത്. അടുത്തത് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ്. ഓക്കെ, 1934 എന്ത് ചെയ്തത്? പണി കഴിപ്പിച്ചത്. ഓക്കെ, മേട്ടൂർ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദിയിലാണ്, തമിഴ്നാട്ടിലാണ്. മേട്ടൂർ ഡാം, കാവേരി നദി, തമിഴ്നാട്. അടുത്ത ഗാന്ധി സാഗർ ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയിലാണ്, മധ്യപ്രദേശ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഗാന്ധി സാഗർ ഡാം 1960 പണി കഴിപ്പിച്ചു. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചമ്പൽ വാലി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡാമാണ് ഏതെന്ന് പറയുന്നത്? ഗാന്ധി സാഗർ ഡാം എന്ന് പറയുന്നത്. ഗാന്ധി സാഗർ ഡാം ഏത് നദിയിലാണ്? ചമ്പൽ നദിയിലാണ്. ഏത് സ്റ്റേറ്റാണ്? മധ്യപ്രദേശാണ്. 1960 എന്ത് ചെയ്തത്? കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പൽ വാലി പ്രോജക്റ്റാണ്. ഓക്കെ, ചമ്പൽ വാലി പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നും കൂടെ ഓടിച്ചൊന്ന് പറയാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഏതാണ്? തെഹ്രി ഡാമാണ്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞു ഭക്രാനങ്കൽ ഡാമാണ്, സത്ലജ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഹിരാക്കുഡ് ഡാമാണ്, മഹാനദിയിലാണ്, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളം കൂടിയ ഡാമാണ്. ഇത് ഏറ്റവും ഉയരം കൂടിയ ഡാമാണ്. തെഹ്രി ഡാം ഏറ്റവും ഉയരം കൂടിയ ഡാമാണ്. ഹിരാക്കുഡ് ഏറ്റവും നീളം കൂടിയ ഡാമാണ്. അടുത്ത സർദാർ സരോവർ പറഞ്ഞു. നർമ്മദാ നദിയിലാണ് സർദാർ സരോവർ, ഗുജറാത്തിലാണ്. നർമ്മദാ വാലി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാമാണ് സർദാർ സരോവർ. ഓക്കെ, നർമ്മദാ ബച്ചാവോ ആന്തോളനും കാര്യങ്ങളും എല്ലാം ആ ഒരു പരിപാടികളെല്ലാം നടന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഈ സർദാർ സരോവർ ഡാം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കഴിഞ്ഞ് പറഞ്ഞതാണ് നാഗാർജുന സാഗർ ഡാം, അതുപോലെ തന്നെ ശ്രീശൈലം ഡാം. രണ്ടും കൃഷ്ണ നദിയിലാണ്, രണ്ടും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലേക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഡാം, ഈ കേരളത്തിലെ 2 ഡാം പറഞ്ഞു. ഒന്ന് ഇടുക്കി ഡാം, 2 മുല്ലപ്പെരിയാർ ഡാം. രണ്ടും പെരിയാറിലാണ്, രണ്ടും കേരളത്തിലാണ്, ഇടുക്കിയിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് കൊയ്ന ഡാം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ദിരാസാഗർ ഡാം എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്. അടുത്ത റിഹാൻഡ് ഡാം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്, റിഹാൻഡ് നദിയിലാണ്. ഓക്കെ, അടുത്ത മേട്ടൂർ ഡാം സ്ഥിരം പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഓക്കെ, മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെവിടെയാണ്? ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. ഓക്കെ, അപ്പോൾ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഏതെന്ന് പറയുന്നത്? മേട്ടൂർ ഡാം, തമിഴ്നാട്ടിൽ. ഓക്കെ, അടുത്ത ഗാന്ധി സാഗർ ഡാം എവിടെയാണ്? ചമ്പൽ നദിയിലാണ്. ഗാന്ധി സാഗർ ഡാം മധ്യപ്രദേശിലാണ്. ഓക്കെ, ചമ്പൽ നദിയിൽ മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഗാന്ധി സാഗർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ബാക്കി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് ഡാമുകളും കൂടെ നോക്കാം. പ്രധാനപ്പെട്ട വേറെ കുറച്ച് ഡാമുകളും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് ബഗ്ലിഹാർ ഡാം എന്ന് പറയുന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിനാബ് നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, അപ്പോൾ ജമ്മു കാശ്മീരിലെ ചിനാബ് നദിയിലുള്ള ഒരു ഡാമാണ് ഏതെന്ന് പറയുന്നത്? ബഗ്ലിഹാർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിനാബ് നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഡാമാണ്. ഓക്കെ, അതിൻ്റെ പേരാണ് നിസാം സാഗർ. ഓക്കെ, അപ്പോൾ നിസാം സാഗർ ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. ഏത് നദിയിലാണ്? മഞ്ചീര നദിയിലാണ്. ഓക്കെ, അപ്പോൾ മഞ്ചീര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് നിസാം സാഗർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ ഉക്കായി ഡാം. ഈ ഉക്കായി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താപ്തി നദിയിലാണ്, ഗുജറാത്തിലാണ്. ഓക്കെ, അപ്പോൾ താപ്തി നദിയിൽ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഏതെന്ന് പറയുന്നത്? ഉക്കായി ഡാം എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് പോങ് ഡാം അല്ലെങ്കിൽ മഹാറാണ പ്രതാപ് സാഗർ. ഓക്കെ, ഈ പോങ് ഡാമിൻ്റെ മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ എന്ന് പറയുന്നത്. എവിടെയാണ്? അത് ബിയാസ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ബിയാസ് നദിയിലാണ്. പോങ് ഡാം ബിയാസ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയാം. ബഗ്ലിഹാർ ഡാം എവിടെയാണ്? ചിനാബ് നദിയിലാണ്, ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, ബഗ്ലിഹാർ ഡാം ചിനാബ് നദി, ജമ്മു കാശ്മീർ. നിസാം സാഗർ മഞ്ചീര നദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഉക്കായ് ഡാം താപ്തി നദിയിലാണ്, ഗുജറാത്തിലാണ്. പോങ് ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിയാസ് നദിയിലാണ്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലാണ്. ഈ പോങ് ഡാമിൻ്റെ മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃഷ്ണരാജസാഗർ ഡാം അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ ഡാം എവിടെയാണ്? കാവേരി നദിയിലാണ്, കർണാടകയിലാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണരാജസാഗർ ഡാം അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? കർണാടകയിലാണ്, കാവേരി നദിയിലാണ്. അടുത്ത അലമാട്ടി ഡാം. അലമാട്ടി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിലാണ്. അലമാട്ടി ഡാം കൃഷ്ണ നദിയിലാണ്, കർണാടകയിലാണ്. അപ്പോൾ കർണാടകയിലെ 2 ഡാം നമ്മൾ പഠിച്ചു. ഏതാണ്? കൃഷ്ണരാജസാഗർ ഡാം അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ ഡാം ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. അലമാട്ടി ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. രണ്ടും കർണാടകയിലാണ്. അടുത്ത താവ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് താവ ഡാം, മധ്യപ്രദേശിലാണ്. ഓക്കെ, അടുത്ത ഉസ്മാൻ സാഗർ എവിടെയാണ്? മൂസി നദിയിലാണ്, തെലങ്കാനയാണ് അല്ലേ. ഹൈദരാബാദിലൂടെ ഒഴുകുന്ന നദിയാണ് മൂസി നദി. എവിടെയാണ്? തെലങ്കാന. അതുപോലെ തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഉസ്മാൻ സാഗർ ഡാം. ഓക്കെ, ഉസ്മാൻ സാഗർ ഡാം എവിടെയാണ്? മൂസി നദിയിലാണ്, ഉസ്മാൻ സാഗർ. അടുത്ത ഇന്ദിരാ സാഗർ എവിടെയാണ്? നർമ്മദ നദിയിലാണ്, മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശിലെ ഡാമാണ് ഇന്ദിരാ സാഗർ ഡാം. അടുത്ത പ്രവര ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവര ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്, മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയിലെ ഗോദാവരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് പ്രവര ഡാം. ഓക്കെ, അപ്പോൾ ബഗ്ലിഹാർ ഡാം എവിടെയാണ്? ചിനാബിലാണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. നിസാം സാഗർ എവിടെയാണ്? മഞ്ചീര നദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഉക്കായ് ഡാം എവിടെയാണ്? അത് താപ്തി നദിയിലാണ്, ഗുജറാത്തിലാണ്. പോങ് ഡാമിൻ്റെ മറ്റൊരു പേരെന്താണ്? അതാണ് മഹാറാണ പ്രതാപ് സാഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മഹാറാണ പ്രതാപ് സാഗറിൻ്റെ മറ്റൊരു പേരെന്ന് ചോദിച്ചാൽ പോങ് ഡാം എന്ന് പറയണം. ഓക്കെ, രണ്ടും ഒന്നാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ബിയാസ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. ബിയാസ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. അടുത്ത കൃഷ്ണരാജസാഗർ ഡാം അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ ഡാം എന്ന് പറയുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്. എവിടെയാണ്? കർണാടകയിലാണ്. കാവേരി നദിയിലാണ്, കർണാടകയാണ്. അലമാട്ടി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദിയിലാണ്, കർണാടകയിലാണ്. അലമാട്ടി ഡാം എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്, കർണാടകയിലാണ്. താവ നദിയിലാണ്, മധ്യപ്രദേശിലാണ്. ഉസ്മാൻ സാഗർ മൂസി നദിയിലാണ്, തെലങ്കാനയിലാണ്. ഇന്ദിരാ സാഗർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്, മധ്യപ്രദേശിലാണ്. പ്രവര ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ്. പ്രവര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോദാവരി നദിയിലാണ്. പ്രവര ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. ഏത് സ്റ്റേറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അപ്പോൾ പ്രവര ഡാം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി, മഹാരാഷ്ട്ര.